Hi all, welcome to Edus Academy. അപ്പം നമ്മൾ ഏവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് എന്ന പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതായത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഏകദേശം 272 വേക്കൻസീസ് കേട്ടോ. ഏകദേശം 272 വേക്കൻസീസ് ആണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. യെസ്, അതെ, അതായത് നിങ്ങൾ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഏതെങ്കിലും ഒരു സോണിന്റെ, ഇപ്പൊ ഞാൻ നോക്കിയിരിക്കുന്നത് RRB ഈ കാണുന്ന പോലെ ചെന്നൈ കേട്ടോ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെന്നൈയുടെ സൈറ്റ് ആണ് നോക്കിയിരിക്കുന്നത്. സോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയും സെൻ 3/2025 എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഈ ഒരു സെൻ നമ്പറിലാണ് ഈ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ഓഫ് പാരാമെഡിക്കൽ കാറ്റഗറീസ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് നാളെയാണ്. അതായത് 9-ാം തീയതി മുതലാണ് നമുക്ക് 9-ാം തീയതി ഓഗസ്റ്റ് 9-ാം തീയതി മുതലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. സോ നാളെ ആകുമ്പോഴത്തേക്ക്, അതായത് ഓഗസ്റ്റ് 9-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു വിൻഡോ കൂടെ, ഒരു ടാബ് കൂടെ ആഡ് ആയി വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വേക്കൻസീസ് വരുന്നത് 272 കേട്ടോ. 272 വേക്കൻസീസ് ആണ് വരിക. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് ഓഗസ്റ്റ് മാസം 9-ാം തീയതി കേട്ടോ. 9 ഓഗസ്റ്റിലാണ് വരിക. ക്ലോസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് സെപ്റ്റംബർ മാസം 8-ാം തീയതി. അതായത് ഏകദേശം ഒരു മാസം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത് വെയിറ്റ് ചെയ്തിരിക്കരുത്. കാരണം ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കുറച്ച് ഇത്തിരി ലോങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. എന്ന് വെച്ചാലും അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, കാരണം അതിന്റെ ഫുൾ ഗൈഡൻസ് ഞങ്ങൾ തരുന്നതായിരിക്കും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ പേ ലെവൽ കേട്ടോ. നോക്കിക്കേ, നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് പേ ലെവൽ വരുന്നത് 7th പേ ലെവലാണ് കേട്ടോ. 7th CPC എന്ന് വെച്ചാൽ 7th സെൻട്രൽ പേ കമ്മീഷനിലെ 7th ലെവലാണ് നമ്മുടെ നഴ്സിംഗ് സൂപ്പറിണ്ടന്റിന്റെ പേ ലെവൽ വരുന്നത്. ഇനിഷ്യൽ പേ എന്ന് പറഞ്ഞത് കണ്ട് നിങ്ങൾ ആരും ഡിമോട്ടിവേറ്റ് ആവണ്ട. ഇത് ബേസിക് പേ ആണ്. ഇനിഷ്യൽ 44,900. ഏകദേശം ഇൻ ഹാൻഡ് നമുക്ക് ഡ്രോ ചെയ്യാൻ കഴിയുന്ന സാലറി നിയർലി ഒരു 1 lakh ഉണ്ടാവും കേട്ടോ. ഏജ് ആണ് വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 20 to 40 years കേട്ടോ. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിയിലെ കാൻഡിഡേറ്റ്സിന് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഏജിന്റെ കട്ട് ഓഫ് വരുന്നത് 1/1/2026 ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ടോട്ടൽ വേക്കൻസീസ് വരിക 272 വേക്കൻസീസ് ആണ് വരിക. നോക്കിക്കേ, ഇതാണ് ഏജ് ലിമിറ്റ് പറയുന്ന ഒരു ചാർട്ട്. നോക്കിക്കേ, ഞാൻ പറഞ്ഞല്ലോ 20 to 40 കേട്ടോ. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാം ജനറൽ കാറ്റഗറിയിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, 2/1/1986 ശേഷം ജനിച്ചവരായിരിക്കണം കേട്ടോ. UR അൺറിസർവ്ഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷനിലെ ആൾക്കാര് ജനുവരി 2-ാം തീയതി 1986 ശേഷം ജനിച്ചവരായിരിക്കണം. അപ് ടു 1/1/2006. അതേസമയം OBC നോൺ ക്രിമിലെയർ ആണ് എങ്കിൽ 2/1/1983 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. SC/ST കാറ്റഗറി ആണെങ്കിൽ ജനുവരി മാസം 2-ാം തീയതി 1981 ശേഷം ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ് എന്ന് ഓർക്കുക കേട്ടോ. നെക്സ്റ്റ്, ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും, അതായത് സ്പെഷ്യൽ കാറ്റഗറീസ് പോയിട്ട് ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സും, അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് കൂടാതെ OBC കാൻഡിഡേറ്റ്സിനും ഒക്കെ വരുന്ന ഫീസ് വരുന്നത് 500 രൂപയാണ്. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം CBT അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 400 രൂപ നമുക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കും. ചെറിയൊരു ബാങ്ക് ചാർജസ് മാത്രം ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി 400 രൂപയോളം നമുക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും. അതേസമയം SC/ST, അതായത് ഈ പറഞ്ഞിരിക്കുന്ന SC/ST, എക്സ് സർവീസ്, PWD ഒക്കെ കാറ്റഗറീസിൽ വരുന്ന കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരിക. CBT അറ്റൻഡ് ചെയ്യുന്ന പക്ഷം ആ 250 രൂപയും നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊന്ന് ഓർക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, ക്വാളിഫിക്കേഷൻ. സാധാരണ നമ്മുടെ നഴ്സിംഗ് പോസ്റ്റിൽ നിന്ന് വ്യത്യാസം വെച്ചിട്ട് ആണ് ANM, GNM, BSc നഴ്സിംഗ് എല്ലാം പാസ്സായവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. അവരുടെ കോളേജസ് INC അംഗീകരിച്ചിട്ടുള്ളതാണ് എങ്കിൽ അവർ എലിജിബിൾ ആണെന്ന് ഓർക്കുക കേട്ടോ. ANM, GNM, BSc നഴ്സിംഗ്, അത് ഈ രീതിയിലാണ് നമ്മുടെ RRBയുടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, സർട്ടിഫിക്കറ്റ് ആസ് രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ് വൈഫ് ഹാവിംഗ് പാസ്റ്റ് 3 years ഓഫ് കോഴ്സ് ഇൻ GNM കേട്ടോ, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി. കൂടാതെ ഫ്രം എ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഓർ BSc നഴ്സിംഗ്. Note, the Indian Nursing Council has also laid down certain special concession for the above courses in respect of ANM, auxiliary nurse midwife,
midwives and B-grade nurses by way of reduced course period etc. അതായത് ANM പാസ്സായവർക്കും അവരുടെ സ്ഥാപനം INC അംഗീകൃതം ആണ് എങ്കിൽ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇവർക്കാർക്കും എക്സ്പീരിയൻസിന്റെ ഒരു മാനദണ്ഡവും നമ്മുടെ ക്വാളിഫിക്കേഷനിൽ പറയുന്നില്ല, അതുകൂടെ ഓർക്കുക. ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞല്ലോ 20 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ ഉള്ള ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഫീസിന്റെ കാര്യം പറഞ്ഞു. ജനറൽ OBC ആണെങ്കിൽ 500 രൂപയാണ്, അതിൽ 400 രൂപ റീഫണ്ട് ചെയ്യും. നിങ്ങൾ CBT അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രം. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ഫീസ് വരിക. സിലബസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സിലബസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിൽ നഴ്സിംഗ് നോൺ നഴ്സിംഗ് വരുന്നുണ്ട്. നഴ്സിംഗ് 70%, നോൺ നഴ്സിംഗ് 30% ആണ് വരിക. ഹൗ ടു അപ്ലൈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അധികം താമസമില്ലാതെ തന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോൺ വൈസ് ആയിരിക്കണം നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക. നമുക്ക് സെന്നില്, അതായത് നമ്മുടെ RRBയുടെ സെന്നിൽ നമുക്കൊരു അക്കൗണ്ട് വേണം. കഴിഞ്ഞ വർഷം RRB അപ്ലൈ ചെയ്തവർക്ക് ആ സെയിം അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ, എക്സാം CBT ആണ്, MCQ ആണ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 90 മിനിറ്റ്, 1.5 മണിക്കൂറിന് 100 ക്വസ്റ്റ്യൻസ് ആണ് വരിക. സബ്ജക്ട്സ് ജനറൽ സയൻസ്, ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, പ്രൊഫഷണൽ എബിലിറ്റി അതായത് നമ്മുടെ നഴ്സിംഗ്, കൂടാതെ ജനറൽ അരിത്മെറ്റിക്. ഞാൻ പറഞ്ഞ പോലെ 70-30 ആണ് വരിക. നഴ്സിംഗ് 70%, നോൺ നഴ്സിംഗ് 30% ആണ് വരിക. നെഗറ്റീവ് മാർക്കുള്ള ഒരു എക്സാം ആണ്. ഒരു കറക്റ്റ് ആൻസറിന് 1 മാർക്കും തെറ്റുന്ന ആൻസറിന് 1/3 മാർക്കും ഡിഡക്ട് ചെയ്യുന്ന സ്കീമിലാണ് നമ്മുടെ ഇവാലുവേഷൻ നടക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ സിലബസ്. നഴ്സിംഗ് 70 ക്വസ്റ്റ്യൻസും ബാക്കി ജനറൽ അവയർനെസ്, ജനറൽ അരിത്മെറ്റിക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ഇതൊക്കെ 10 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 100 മാർക്കിന്റെ എക്സാം ആണ് നമുക്ക് വരിക കേട്ടോ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ എജുസ് അക്കാഡമിയിൽ ഒരു നഴ്സിംഗ് ഓഫീസർ കോംബോ ബാച്ച് ഉണ്ട്. അതിനകത്ത് നമ്മുടെ RRB നഴ്സിംഗ് വരുന്നുണ്ട്, കൂടാതെ എയിംസ് നോർസെറ്റ്, പിന്നെ ശ്രീചിത്ര പോലുള്ള എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. ഒറ്റ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ നിങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഇരിക്കാതെ എക്സാമിന് വേണ്ടി വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, വളരെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് RRBയിലെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ എജുസ് അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.